ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാ കാണായ മൂലം വിമുക്തനായേനഹം ത്രാണനിപുണത്രിദശകുലപതേ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. പ്രിയ സജ്ജനങ്ങളെ, രാമായണ മാസാചരണത്തിൻ്റെ 18-ാം ദിനമാണല്ലോ ഇന്ന്. ഇന്നത്തെ പാരായണ ഭാഗം കിഷ്കിന്ധാകാണ്ഡത്തിൽ 1351 വരി മുതൽ 1840 വരി കൂടിയതാണ്. അതിൻ്റെ ഒരു രത്നച്ചുരുക്കം നോക്കാം. തുടങ്ങുന്നത് സീതാന്വേഷണോദ്യോഗത്തിൽ. ഭക്തിയോടുകൂടി സുഗ്രീവൻ പറഞ്ഞു, ദേവ, അവിടുത്തെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കാനായി നാനാദേശങ്ങളിൽ നിന്നും വന്ന് നിരന്നിരിക്കുന്ന വാനരവീരന്മാരെ കണ്ടാലും ദേവാംശഭൂതരായ ഇവർ ഏത് സ്വരൂപം സ്വീകരിക്കാനും കഴിവുള്ളവരാണ്. കണക്കാക്കാൻ കഴിയാത്തത്ര ശക്തിയുള്ളവരും പല നിറത്തിലുള്ളവരും പല ആകാരം പൂണ്ടവരുമാണ്. അവരിൽ പ്രധാനികളായവരുടെ പേരുകളും പ്രത്യേകതകളും സുഗ്രീവൻ എടുത്തു പറഞ്ഞു. പരമബുദ്ധിമാനും ബ്രഹ്മപുത്രനുമായ ജാംബവാൻ, ശക്തിയിലും ബുദ്ധിയിലും ആരെയും തോൽപ്പിക്കുന്ന വായുപുത്രൻ ഹനുമാൻ, ബാലിതനയൻ അംഗദൻ, വിശ്വകർമാവിൻ്റെ പുത്രൻ നളൻ, അഗ്നിപുത്രൻ നീലൻ, ഗവൻ ഗവയൻ, ഗവാക്ഷൻ, ഗന്ധമാദനൻ, ശരഭൻ, മൈന്ദൻ, വിവിധൻ, പനസൻ, വലിയമുഖൻ, ദധിമുഖൻ, സുഷേണൻ, താരൻ, ഹനുമാന്റെ അച്ഛൻ കേസരി, മഹാബലി, വീരൻ, പ്രമാധി, ശതബലി, ഇങ്ങനെ പേരുകേട്ട പ്രധാനികളെ, കോടിക്കണക്കിന് വാനന്മാരുടെ സേനാപതികളായവരെയാണ് പറഞ്ഞത്. ഇവരെല്ലാം അങ്ങേക്ക് വേണ്ടി ജീവൻ ത്യജിക്കാനും തയ്യാറായി നിൽക്കുന്നവരാണ്. അങ്ങ് ആജ്ഞാപിക്കുകയേ വേണ്ടൂ. ഇത് കേട്ട രാമൻ പറഞ്ഞു, സുഗ്രീവ, കാര്യങ്ങളൊക്കെ അങ്ങേക്കറിയാം. അങ്ങ് തന്നെ അവരെ സീതാന്വേഷണത്തിനായി നിയോഗിക്കൂ. സന്തോഷത്തോടെ സുഗ്രീവൻ വാനരന്മാരെ 4 ഭാഗത്തേക്കും സീതാന്വേഷണത്തിന് നിയോഗിച്ചു. 1 മാസത്തിനുള്ളിൽ വിവരമറിഞ്ഞ് തിരിച്ചെത്തിക്കൊള്ളണം. അതിനുശേഷം വരുന്നവർക്ക് മരണശിക്ഷ ഉറപ്പ്. ഇത് സുഗ്രീവ ആജ്ഞയാണേ, നമ്മുടെ നിയമവ്യവസ്ഥ പോലെ അല്ല, തീർച്ചയായും നടപ്പാക്കുന്നതാണ്. സീത തെക്കുദിക്കിലാണുള്ളതെന്ന സൂചന ഉണ്ടല്ലോ. അതുകൊണ്ട് തെക്കുദിക്കിലേക്ക് അതിസമർത്ഥരായവരെയാണ് തിരച്ചിലിന് നേതൃത്വം നൽകാൻ സുഗ്രീവൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. യുവരാജാവായ അംഗദൻ, ജാംബവാൻ, ഹനുമാൻ, നളൻ, സുഷേണൻ, ശരഭൻ, മൈന്ദൻ, വിവിധൻ മുതലായവരോടൊപ്പം ധാരാളം വാനര സൈന്യങ്ങളെയും തെക്കുദിക്കിലേക്ക് നിയോഗിക്കപ്പെട്ടു. ഇവരുടെ പേരുകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. യാത്ര ചോദിച്ച ഹനുമാന്റെ കയ്യിൽ രാമൻ അടയാളമായി തൻ്റെ പേര് അങ്കിതപ്പെടുത്തിയിട്ടുള്ള മോതിരം കൊടുത്ത് അനുഗ്രഹിച്ച് യാത്രയാക്കി. രാമൻ അറിയാമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യം സാധിക്കാൻ സമർത്ഥൻ ഹനുമാൻ തന്നെയാണെന്ന്. സാമർഥ്യമൊക്കെ നമുക്ക് സുന്ദരകാണ്ഡത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാം. അങ്ങനെ യുവരാജ അംഗദൻ്റെ നേതൃത്വത്തിലുള്ള വാനരപ്പട തെക്കേ ദിക്കിലേക്ക് യാത്രയായി. അവർ വിന്ധ്യാപർവ്വത സാനുക്കളിലുള്ള കൊടും കാട്ടിൽ സീതയെ അന്വേഷിച്ച് നടന്നു. അതിനിടെ രാവണനാണെന്ന് സംശയത്താൽ പല രാക്ഷസന്മാരെയും അവർ വധിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ഒരു കാട്ടിൽ നിന്നും മറ്റൊരു കാട്ടിലേക്ക് സീതയെ തിരഞ്ഞ് വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞുപോയി. അപ്പോൾ അവർ ഒരു ഗുഹ കണ്ടു. അതിൽ നിന്നും പുറത്തേക്ക് ചില പക്ഷികൾ പറന്നു വരുന്നുണ്ടായിരുന്നു. ആ പക്ഷികളുടെ ചിറകിൽ നിന്നും വെള്ളത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നതായി കണ്ടു. ഈ ഗുഹയിൽ വെള്ളമുണ്ടെന്നറിഞ്ഞ് അവർ പതുക്കെ ഹനുമാന്റെ നേതൃത്വത്തിൽ അതിലേക്ക് പ്രവേശിച്ചു. ഇരുട്ട് നിറഞ്ഞ വഴിയിലൂടെ തപ്പിത്തടഞ്ഞ് കുറച്ചു നേരം നടന്നപ്പോൾ വളരെ മനോഹരമായ പ്രദേശം കണ്ടു. അവിടെ നിർമ്മല ജലം നിറഞ്ഞ തടാകങ്ങളും പക്വഫലങ്ങൾ നിറഞ്ഞ വൃക്ഷങ്ങളോട് കൂടിയ ഉദ്യാനവും അതിന് നടുവിലായി മനോഹരമായ മണിമന്ദിരവും കണ്ടു. അതിൻ്റെ പൂമുഖത്ത് ദിവ്യാസനത്തിൽ ധ്യാനനിഷ്ഠയിലിരിക്കുന്ന അതിതേജസ്വിനിയായ ഒരു യോഗിനിയെ കണ്ടു. ഭക്തി ആദരവോടെ അവർ ആ യോഗിനിയെ നമസ്കരിച്ചു.
നിങ്ങൾ ആരാണ്? എന്തിനു വന്നു? ഹനുമാൻ കാര്യങ്ങളൊക്കെ യോഗിനിയോട് പറഞ്ഞു. സീതാന്വേഷണത്തിനിടയിൽ ദാഹം കൊണ്ട് പൊരിഞ്ഞ ഞങ്ങൾ വെള്ളം കിട്ടുമോ എന്നറിയാനാണ് ഇവിടെ വന്നത്. അവിടുന്ന് ആരാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. യോഗിനി സന്തോഷത്തോടെ പറഞ്ഞു, നിങ്ങൾ ഇഷ്ടം പോലെ ഫലമൂലങ്ങൾ ഭക്ഷിച്ച് തേനും നുകർന്ന് വിശപ്പും ദാഹവും അടക്കി വരൂ, ഞാൻ എൻ്റെ കഥ പറയാം. അവർ തിരിച്ചെത്തി. യോഗിനി തൻ്റെ കഥ പറയാൻ തുടങ്ങി. വിശ്വകർമാവിൻ്റെ മകളായ ഹേമയുടെ സഖി സ്വയംപ്രഭ എന്ന ഗന്ധർവ സ്ത്രീയാണ് ഞാൻ. ഹേമയുടെ നൃത്തത്തിൽ സന്തോഷിച്ച പരമശിവൻ നൽകിയ മണിമന്ദിരമാണിത്. പരമഭക്തിയായ ഹേമ ബ്രഹ്മലോകപ്രാപ്തി നേടി പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു, നീ ഏകാഗ്നിയായി ഈ ഗുഹയിൽ തപസ് ചെയ്യൂ. ത്രേതായുഗത്തിൽ സീതാന്വേഷണത്തിനായി വാനരന്മാർ ഇവിടെ വരും. അവരെ സൽക്കരിച്ച ശേഷം ശ്രീരാമനെ കണ്ടാൽ നിനക്ക് മുക്തി ലഭിക്കും. ഞാനിതാ രാമനെ കാണാൻ പോകുന്നു. നിങ്ങളെല്ലാവരും കണ്ണടയ്ക്കൂ, നിങ്ങളെ ഞാൻ പ്രധാന മാർഗത്തിലെത്തിക്കാം. അവർ അപ്രകാരം ചെയ്തു. കണ്ണു തുറന്നപ്പോൾ മുമ്പുണ്ടായിരുന്ന കാട്ടിൽ തന്നെ എത്തി. സ്വയംപ്രഭ അതിവേഗം രാമൻ്റെ സമീപത്തെത്തി ഭക്തി കൊണ്ട് രോമാഞ്ചത്തോടു കൂടി ഗദ്ഗദ കണ്ഠയായി രാമനെ സ്തുതിച്ചു. ശരണം പ്രാപിക്കുന്നവരുടെ സർവ്വ പാപങ്ങളെയും നശിപ്പിക്കുന്ന ഭഗവാനെ, അങ്ങയുടെ ദർശനത്തിനായി ഞാൻ അനേകായിരം സംവത്സരങ്ങൾ തപസ്സനുഷ്ഠിച്ച് കാത്തിരിക്കുകയായിരുന്നു. തൻ്റെ മായ കൊണ്ട് വാസ്തവ രൂപം മറച്ച് മനുഷ്യരൂപമെടുത്ത ദേവ, അവിടുത്തെ അഭിനയമാത്രങ്ങളുടെ താൽപ്പര്യം ആർക്കും അറിയാൻ കഴിയില്ല. സംസാര സമുദ്രത്തിൽ കിടന്നുഴലുന്ന തമോ ഗുണപ്രധാനിയായ ഞാൻ അങ്ങേ എങ്ങനെ അറിയാനാണ്? ഗുണാതീതനും നിഷ്കഞ്ചനപ്രിയനും ആത്മാനന്ദനും കാലസ്വരൂപനും എല്ലാത്തിൻ്റെയും നിയന്താവുമായ അങ്ങേക്ക് നമസ്കാരം. അങ്ങയുടെ അവതാരോദ്ദേശം പലരും പല രീതിയിൽ കീർത്തിക്കുന്നു. ഇങ്ങനെ പല വിധത്തിൽ രാമദേവനെ സ്തുതിച്ചിട്ട് സ്വയംപ്രഭ പറഞ്ഞു, എവിടെ ഏത് പരിസ്ഥിതിയിൽ ജനിച്ചാലും വസിച്ചാലും അങ്ങയോടുള്ള ഭക്തി ഉണ്ടാവണം. അങ്ങയുടെ ഭക്തന്മാരായുള്ള സംഘമുണ്ടാകണം. ദുർജന സംസർഗം ഒരിക്കലും ഉണ്ടാവരുതേ. ഈ കാണുന്ന രൂപം എപ്പോഴും എൻ്റെ ഉള്ളിൽ വിളങ്ങുമാറാകണമേ. സജ്ജനങ്ങളെ, നമ്മൾക്കും അപേക്ഷിക്കേണ്ടത് ഇത് തന്നെയാണ്. ഇതിനുവേണ്ടിയാകട്ടെ നമ്മുടെ സകല കർമ്മങ്ങളും. സ്വയംപ്രഭയെ അനുഗ്രഹിച്ച് ബദരിയാശ്രമത്തിൽ പോയി തപസ്സനുഷ്ഠിച്ച് ദേഹം ത്യജിച്ച് പരമപദം പൂക്കാൻ രാമൻ അരുളി ചെയ്തു. ഇവിടെ ഗുഹയിൽ നിന്ന് പുറത്തു കടന്ന വാനരന്മാർ അത്യന്തം നിരാശരായി. കാട്ടിലും ഗുഹയിലുമൊക്കെയായി ദിവസങ്ങൾ പോയത് അറിഞ്ഞില്ല. സുഗ്രീവൻ പറഞ്ഞ സമയവും കഴിഞ്ഞു. അംഗദൻ പറഞ്ഞു, സീതയെപ്പറ്റിയുള്ള വിവരങ്ങളൊന്നും അറിയാതെ കിഷ്കിന്ധയിലേക്ക് മടങ്ങിപ്പോയാൽ ദുരാത്മാവായ സുഗ്രീവൻ നമ്മളെ വധിക്കും. അമ്മയെപ്പോലെ ആദരിക്കേണ്ട ജ്യേഷ്ഠൻ്റെ ഭാര്യയെ അവൻ ഭാര്യയാക്കി വച്ചിരിക്കുന്നു. ശത്രുവിൻ്റെ പുത്രനായ എന്നെയും അവൻ വധിക്കും. ഇങ്ങനെയാണ് പലരും. ഉദ്ദേശിച്ച കാര്യം സാധിക്കാതെ വരുമ്പോൾ പലരെയും പഴിചാരും. അംഗദൻ്റെ കാര്യത്തിൽ ഇതുതന്നെയാണ് സംഭവിച്ചത്. സത്യത്തിൽ ബാലിയുടെ അന്ത്യസമയത്ത് സുഗ്രീവനെ പ്രത്യേകം വിളിച്ച് പറഞ്ഞിരുന്നു, എൻ്റെ ഭക്തിക്ക് നീ യാതൊരു കുറവും വരുത്തരുത്. അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടായിരുന്നു. പരമഭക്തനായ സുഗ്രീവൻ അംഗദനെ സ്വന്തം മകനെ പോലെ തന്നെയാണ് സ്നേഹിക്കുന്നത്. എന്നിട്ടും അടിസ്ഥാനരഹിതമായ സംശയങ്ങളും കൊണ്ട് ചിത്തത്തെ ദുഷിപ്പിക്കുന്നു. ചില വാനരന്മാർ ആ ചിന്തയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്തു. നമ്മൾക്ക് തിരിച്ചു പോകണ്ട, ഇപ്പോൾ കണ്ട ഗുഹയിലേക്ക് തന്നെ തിരിച്ചുപോയി ശിഷ്ടജീവിതം സുഖമായി അവിടെ കഴിയാം എന്നൊക്കെ നിർദ്ദേശിച്ചു. ദുഃഖിച്ചിരിക്കുന്ന അംഗദനെ ആലിംഗനം ചെയ്തുകൊണ്ട് ഹനുമാൻ നീതിവാക്കുകൾ പറഞ്ഞു. ഞാൻ നിന്റെ നന്മ വിചാരിച്ച് പറയുന്നു. രാമനിൽ നിന്നോ സുഗ്രീവനിൽ നിന്നോ നിനക്ക് യാതൊരു ഭയവും ഉണ്ടാവില്ല. രാമന് ലക്ഷ്മണനേക്കാൾ നിന്നോടാണ് ഇഷ്ടം കൂടുതൽ. ചിലർ പറഞ്ഞുവല്ലോ ഈ ഗുഹയിൽ പോയി താമസിക്കാമെന്ന്. അംഗദ, രാമബാണത്തിനെത്താൻ പറ്റാത്ത സ്ഥലം എവിടെയാണുള്ളത്? രാമൻ മനുഷ്യനല്ല, രാവണവധാർത്ഥം മനുഷ്യനായി ജന്മമെടുത്തതാണ്. വിഷ്ണു പാർഷദന്മാരായ നമ്മൾ അദ്ദേഹത്തെ സഹായിക്കാനായി ഭൂമിയിൽ ജനിച്ചതും. ലക്ഷ്മണൻ അനന്തൻ്റെ അവതാരവും സീതാദേവി ലക്ഷ്മിയുമാണ്. എഴുന്നേൽക്കൂ, നമ്മൾക്ക് സീതാന്വേഷണം തുടരാം. വിഷമാവസ്ഥയിൽ സ്വയം തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാതെ അറിവുള്ളവർ പറയുന്നത് കേൾക്കുകയോ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അവർ വീണ്ടും സീതാന്വേഷണത്തിന് തയ്യാറായി മുന്നോട്ട് പോയി. മഹേന്ദ്ര പർവ്വത താഴ്വരയിലെത്തി.
തെക്കേ സമുദ്രതീരത്തിലാണ് മഹേന്ദ്ര പർവ്വതത്തിൻ്റെ താഴ്വര. ഇനി എവിടെ അന്വേഷിക്കും? സുഗ്രീവാജ്ഞയാണ്. അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ വധം ഉറപ്പ്. അവരെല്ലാവരും കൂടി തീരുമാനിച്ചു, സുഗ്രീവനാൽ വധിക്കപ്പെടുന്നതിനേക്കാൾ നല്ലത് പ്രായോപവേശം ചെയ്ത് ശരീരം ഉപേക്ഷിക്കാം. ആഹാരമോ ജലപാനമോ ഇല്ലാതെ മരണത്തെ വരിക്കുന്നതാണ് പ്രായോപവേശം. വളരെ പുണ്യമായ മരണമാണത്. അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് അവർ നിലത്ത് ദർഭ വിരിച്ച് മരണം ദീക്ഷിച്ചുകൊണ്ട് കിടന്നു. ഇവിടം വരെയായിരുന്നു നമ്മുടെ ഇന്നത്തെ പാരായണ ഭാഗം. പ്രിയ ശ്രോതാക്കളെ, വാനരന്മാരെടുത്ത തീരുമാനം എത്ര ഉചിതവും ഉത്കൃഷ്ടവുമായിരുന്നു. ഏതായാലും മരിക്കാൻ പോവുകയാണ്. പിന്നീട് ഈ ദുഃഖദുരിതപൂർണമായ സംസാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാത്ത പ്രായോപവേശമെന്ന ദേഹത്യാഗത്തെയാണ് അവർ തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ടും നല്ല തീരുമാനം. അങ്ങനെയുള്ളവരെ ദൈവം കൈവിടില്ല. അതാ അവർക്ക് വഴികാട്ടിയായി ദിഷ്ടശക്തി സമ്പാദിയുടെ രൂപത്തിൽ അവിടെ എത്തിയിരിക്കുന്നു. ഭഗവാന്റെ കാരുണ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ജയ ഗുരു.